നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ എനിക്ക് അറിയത്തില്ല. എന്നെയും നിങ്ങളെയും അറിയുന്നതിനായി ദൈവം നമ്മോട് ഇടപെടുവാൻ കേൾപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അമ്മയുടെ സ്നേഹം മാറും, പിതാവിന്റെ സ്നേഹം മറയും. അമ്മയുടെ സ്നേഹം മാറും, പിതാവിന്റെ സ്നേഹം മറയും. അമ്മയേക്കാൾ സ്നേഹിച്ചോനെ, ജീവകാലം അങ്ങ് വാഴ്ത്തും ഞാൻ. അമ്മയേക്കാൾ സ്നേഹിച്ചോനെ, ജീവകാലം അങ്ങ് വാഴ്ത്തും ഞാൻ. യേശുവേ നിൻ സ്നേഹം മാറുകില്ല, രാജാവേ നിൻ വാക്കും മാറുകില്ല. യേശുവേ നിൻ സ്നേഹം മാറുകില്ല, രാജാവേ നിൻ വാക്കും മാറുകില്ല. മാറിടാത്ത സ്നേഹം തന്ന എന്റെ യേശു രക്ഷക, മാറിടാത്ത സ്നേഹം തന്ന എന്റെ യേശു രക്ഷക. സ്നേഹിതരിൻ സ്നേഹം മാറും, സ്നേഹിച്ചോരും മാറിപ്പോകും. സ്നേഹിതരിൻ സ്നേഹം മാറും, സ്നേഹിച്ചോരും മാറിപ്പോകും. സ്നേഹിതനേക്കാൾ സ്നേഹിച്ചോനെ, ജീവകാലം അങ്ങേ വാഴ്ത്തും ഞാൻ. സ്നേഹിതനേക്കാൾ സ്നേഹിച്ചോനെ, ജീവകാലം അങ്ങേ വാഴ്ത്തും ഞാൻ. യേശുവേ നിൻ സ്നേഹം മാറുകില്ല, രാജാവേ നിൻ വാക്കും മാറുകില്ല. യേശുവേ നിൻ സ്നേഹം മാറുകില്ല, രാജാവേ നിൻ വാക്കും മാറുകില്ല. മാറിടാത്ത സ്നേഹം തന്ന എന്റെ യേശു രക്ഷക, മാറിടാത്ത സ്നേഹം തന്ന എന്റെ യേശു രക്ഷക. കർത്താവേ, ഒരു അമ്മ തന്റെ മകനെ മറക്കുമ്പോൾ അവൾ മറന്നു പോയാലും ഞാൻ തന്നെ മറക്കുകയില്ല എന്ന് കർത്താവേ, സ്നേഹിതരെക്കാൾ ഞങ്ങൾ സ്നേഹിച്ച കർത്താവേ, അങ്ങയുടെ ഭാരാതിയെ ഈ പകൽക്കാലം അടുത്തു വരുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മക്കൾ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ അങ്ങയുടെ പാതാന്തികെ അടുത്തു വരുന്നു. അങ്ങയുടെ അരികിൽ ആരൊക്കെ വന്നുവോ അവരെ ഒരു വ്യക്തിയെ പോലും വെറുതെ അയക്കാത്ത ദൈവം, അവരോട് മനസ്സലിഞ്ഞനായ ദൈവം, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് മനസ്സലിയണമേ, വചനത്തെ വാട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഭക്ഷിച്ചു ബലപ്പെടത്തക്ക നിലയിൽ കർത്താവിനെ വാട്ടി അനുഗ്രഹിച്ചു നൽകുമാറാകണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തടസ്സങ്ങളെ, എല്ലാ പ്രതികൂലങ്ങളെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ആരോപണവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം ക്രിസ്തു യേശു നാമത്തിന്റെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നവംബർ മാസം 22-ാം തീയതി എളിയവന്റെ മാതാവ്, ആമേൻ, അതിന് ഒരു ആഴ്ചക്ക് 7 ദിവസം തൊട്ട് മുമ്പ് ഞങ്ങൾ വീട്ടിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്നിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കറി പാചകം ചെയ്ത് ഞങ്ങൾ തരാൻ വേണ്ടി അമ്മ അതിന് തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് അതിന്റെ ചൂട് മാറാൻ വേണ്ടി വച്ചിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് കിടന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. അമ്മയ്ക്ക് ചാടി അങ്ങ് എണീറ്റു, തല ഒന്ന് കറങ്ങി നിലത്തിൽ വീണു.
ഞാൻ സൂചിപ്പിച്ചതുപോലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീട്, അതിന്റെ അടുക്കള കിച്ചൺ ഭാഗം കുറച്ചൊക്കെ തകർന്ന് പൊളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവൻ മരത്തിന്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ടെമ്പററി ഡോറ് ഈ ആംഗ്ലർ പിടിപ്പിച്ചാണ് വിട്ടുന്നത്. ഈ ആംഗ്ലറിന്റെ അതിന്റെ ഒരു പട്ട എന്നതായ ഒരു നെറ്റിന്റെ നെറ്റിൽ അടിച്ച് അങ്ങനെ ബ്ലഡ് അകത്ത് കോട്ടിംഗ് ആയി. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത കാരപ്പണം CSC മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 7 ദിവസവും നമ്മ ICU ആയിരുന്നു. 7-ാം ദിവസം ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയമാണ് എന്റെ മാതാവിന്റെയും പിതാവിന്റെയും അന്ത്യ കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം തരണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കൽ മരിക്കാൻ വേണ്ടി പോയ ഞാൻ, ഒരിക്കൽ മരണം എന്നെ തേടി വന്നു, അതൊക്കെ കർത്താവ് വിട്ടുകൊടുത്തില്ല. ആകയാൽ ഞാൻ ഭാഗ്യമായി ഞാൻ എടുത്തു. മാതാവ് ചെയ്യേണ്ട സകല ശുശ്രൂഷകളും ധൈര്യത്തോടെ ചെയ്തു, എല്ലാം മനോഹരമായി തീർന്നു. പക്ഷേ ചില ദിവസം പിന്നെ കഴിയുന്തോറും മാതാവിന്റെ കാര്യമെല്ലാം എനിക്ക് ഓർമ്മ വരുവാനിടയായി. എന്ന് സൂചിപ്പിച്ചതുപോലെ അവൻ മന്ത്രവാദത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും പൈശാചികന്റെ അടിമത്തെ ഞങ്ങൾ രക്ഷിച്ചു വന്ന കർത്താവിന്റെ അവൻ കൃപയിൽ നിർത്തിയത് മാതാവിന്റെ പ്രാർത്ഥനയായിരുന്നു. എന്റെ മാതാവിന്റെ കണ്ണീരായിരുന്നു. മാതാവിനെ സ്നേഹിച്ച പോറ്റു വിധങ്ങളെ ഓർത്തപ്പോൾ എന്നെ കൊണ്ട് സഹിക്കുവാൻ കഴിയില്ല. എന്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ മനുഷ്യ ഇങ്ങനെ കരയുന്നത്? എനിക്ക് തന്നെ എന്റെ കൺട്രോൾ വിട്ട് എന്നെ തന്നെ അറിയാവുന്ന ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദൈവം തന്ന വചനത്തിൽ കൂടെ അവൻ ഞാൻ എഴുതിയ പാട്ടാണ് എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം ഞാൻ പാടിയത്. Hallelujah. Praise the Lord.